ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യോക്ക് ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാവുന്ന 16 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു യോക്ക് ഫ്രോക്കാണിത്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് 12.5 ഇഞ്ചും. അങ്ങനത്തെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന തുണി കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു കുട്ടി ഫ്രോക്കാണ്. ഇനി യോക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് 2 പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 11 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടിക്കുള്ള അതുകൊണ്ടാണ് ഈ ഒരു അളവെടുത്തിട്ടുള്ളത്. ഇനി നമുക്കാദ്യം യോക്ക് പീസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 11 ഇഞ്ച് നീളം വീതിയുള്ള ഒരു ലൈനിങ് പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞൊരു കോട്ടൻ്റെ പീസായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ലൈനിങ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ ഈ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് 4 ആക്കി മടക്കിയെടുക്കുക. ഫോൾഡായിട്ട് വരുന്ന ഭാഗത്താണ് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. നെക്ക് വിടുത്ത് 2 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചുമാണ്. 6 മാസം മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു നെക്കിൻ്റെ അളവ് മതിയാവും. ഇനി ഇതൊന്ന് സ്ക്വയറാക്കി വരച്ചിട്ട് അതിൽ റൗണ്ട് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. നമ്മളിവിടെ 3 ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ യോക്ക് ഭാഗത്തിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2.5 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തുണി തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോള് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല കേട്ടോ. അത് അവസാനം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. യോക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഭാഗത്തായിട്ട് ഒരു കട്ടിങ് കൊടുക്കാം. ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇനി ഈ 3 പീസും കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കാം. നല്ല ഭാഗം മുകളിലേക്കായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല ഭാഗം വരുന്ന രീതിയിൽ മറ്റേ പീസും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി എല്ലാ ഭാഗം കൂടി ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഭാഗത്തായിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യേണ്ട. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും ഒരു കട്ടിങ് കൊടുക്കാം. നൂല് കട്ട് ചെയ്യാതെ വേണം കേട്ടോ കട്ടിങ് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ല ഭാഗം വരുന്ന ഭാഗത്തൂടെ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ലൈനിങ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് കേട്ടോ ഇത് മറിച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ലെവലാക്കി കൊടുക്കാം. എല്ലാം മടങ്ങി നിൽക്കുന്ന എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളത് ബോഡി പാർട്ടിൻ്റെ പീസാണ് കേട്ടോ. അത് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ച് തന്നെയാണ്. ഇറക്കം 1 ഇഞ്ച് കുറച്ചിട്ട് 11.5 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഒപ്പം വെച്ച് ഓപ്പൺ വരുന്ന ആ ഭാഗത്ത് 1 ഇഞ്ച് വീതിയിൽ നീളത്തിലും വീതിയിലും ഒരു ബോക്സ് വരച്ച് കൊടുക്കുക കേട്ടോ. അതിനും ഒരു കർവ് ഷേപ്പ് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ലൈനിങ് ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല വശം ഒന്ന് മുകളിലേക്കായി വരുന്ന രീതിയിലൊന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ പാർട്ടും കൂടെ ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോർണർ കൂടെയൊക്കെ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലൈനിങ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗം കൂടി ഞൊറിയിട്ട് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടം വരെയാണ് നമ്മൾ ഞൊറിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആം ഹോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. 3 ഇഞ്ച് യോക്ക് പീസിലും 1 ഇഞ്ച് ബോഡി പാർട്സിലും ഉള്ളതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടി ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ചിട്ട് നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ള കുഞ്ഞുടുപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞുടുപ്പാണിത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇതിന് ഹുക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ.